വിചാരണയ്ക്ക് ശേഷം ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യവർഗങ്ങൾ മുഴുവൻ 3 വിഭാഗമായി തിരിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം രക്ഷിതാവിൻ്റെ അനുഗ്രഹവും കരുണയും നേടിയെടുത്ത് സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ യാത്രയാകുന്ന മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അതിൽ രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങി ഇനി ഒരിക്കലും മോചനമില്ലാത്ത ക്രൂരതയുടെ വീടായ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന, ആനയിക്കപ്പെടുന്ന, വലിച്ചിഴക്കപ്പെടുന്ന ഭാഗ്യം കെട്ടവരാണ്. മൂന്നാമത്തെ വിഭാഗം നന്മയും തിന്മയും ഒരുപോലെയായി തിന്മയുടെ ആധിക്യത്താൽ സ്വർഗത്തിൽ പോകാൻ കഴിയാതെ നന്മയുള്ളതിനാൽ നരകത്തിലേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വർഗ നരകങ്ങൾക്കിടയിൽ അള്ളാഹു സംവിധാനിച്ച ആറാഫ് എന്ന സംവിധാനത്തിലേക്ക് പോകുന്നവരുമുണ്ട്. ഈ 3 വിഭാഗത്തെയും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 3 വിഭാഗവും തമ്മിൽ നടക്കുന്ന ചില സംഭാഷണങ്ങളും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ മനുഷ്യനെ വഞ്ചിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന 3 വസ്തുതകളെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ആ 3 വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മൂലിയെക്കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഈ ആറാഫിലുള്ള മനുഷ്യന്മാർ നരകക്കാരോടും സ്വർഗക്കാരോടും സംസാരിച്ച് അവസാനം നരകക്കാർ സ്വർഗക്കാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വനാദ അസ്ഹാബുന്നാർ, നരകക്കാർ വിളിക്കുന്നു. അസ്ഹാബൽ ജന്ന, സ്വർഗക്കാരെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അൻ അഫീദു അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് നൽകുമോ? ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ എണ്ണമറ്റ പാനീയങ്ങളിൽ നിന്ന് വല്ലതും നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ? ഖാലൂ, മറുപടി നൽകപ്പെടും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നിഷേധികൾക്ക് മേൽ അള്ളാഹു അതെല്ലാം ഇന്നേ ദിവസം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ ഞാൻ പറഞ്ഞ ഈ 3 സംഗതികളിൽ ഒന്നാമത്തെ സംഗതി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. മനുഷ്യനെ മുച്ചൂടും നശിപ്പിക്കാൻ കഴിയുന്ന, മനുഷ്യന്റെ ദുനിയാവും ആഖിറവും ഇല്ലാതെയാക്കി കളയാൻ കഴിയുന്ന 3 അപകടങ്ങൾ. അതിലൊന്നാമത്തെ അപകടം ബാധിച്ചവരാണ് നരകത്തിൽ കിടന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. എല്ലാ തരത്തിലുള്ള കാരുണ്യവും സ്നേഹവും നിഷേധിക്കപ്പെടുന്ന ഈ ഹതഭാഗ്യരായ മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അല്ലദീന ഇത്തഖദു, അവർ സ്വീകരിച്ചവരാണ്, ദീനഹും, അവരുടെ മതത്തെ, ഈ ദീനിനെ, ലഇബൻ വലഹുവാ, കളിവിനോദമായി കൊണ്ട്. ഈ മതത്തിന്റെ ആചാരങ്ങളോട് അവർക്കൊരു ഗൗരവമുണ്ടായിരുന്നില്ല. ഈ മതത്തിന്റെ വിശ്വാസങ്ങളോട് അവർക്കൊരു ഗൗരവമുണ്ടായിരുന്നില്ല. ഇതിന്റെ കർമ്മങ്ങളോടോ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളോടോ അവർക്കൊരു തരത്തിലുള്ള ഗൗരവവും ഉണ്ടായിരുന്നില്ല. അവർ ഈ ദീനിനെ കണ്ടത് കളിവിനോദമായി കൊണ്ട് മാത്രമാണ്, നേരം പോക്കായി കൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന വസ്തുത നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ വർത്തമാന ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി. മുസ്ലിം ഉമ്മത്തിനിടയിൽ നടത്തപ്പെടുന്ന വിവാഹാഘോഷങ്ങൾ, ആ വിവാഹത്തിന്റെ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇസ്ലാം പരിഗണിക്കപ്പെടുന്നത്? എവിടെയാണ് വിശ്വാസം പരിഗണിക്കപ്പെടുന്നത്? എവിടെയാണ് ഈമാൻ പരിഗണിക്കപ്പെടുന്നത്? എവിടെയാണ് ആദർശം പരിഗണിക്കപ്പെടുന്നത്? തോന്നിയതുപോലെ ഹക്കും ബാത്തുലുമില്ലാതെ, നന്മ തിന്മകൾ വ്യത്യാസമില്ലാതെ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പരിഗണിക്കാതെ ആഘോഷിച്ച് തിമിർത്താടുന്ന ഉമ്മത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഉമ്മത്തിന്റെ വിവാഹവേളകളിൽ ദീന് നിലനിൽക്കുന്നത്, ഇസ്ലാം നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നിട്ട് നിക്കാഹിന്റെ സമയത്ത് ഇലാ ഹദ്റത്ത് വിളിച്ച് ഫാത്തിഹ ഓതി എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദും ഫലഖും നാസും ഓതിക്കൊണ്ട് ദുആ ചെയ്യുന്ന ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ, ഏതാനും മിനിറ്റുകൾക്കപ്പുറത്ത് പിന്നീട് ആ വിവാഹവേദികളിൽ ഇസ്ലാമില്ല, ആ വിവാഹവേദികളിൽ ആദർശബന്ധമില്ല, ആ വിവാഹവേദികളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരിഗണനയില്ല. ഉമ്മത്തിന്റെ ഏതേത് രംഗങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. സാമ്പത്തിക രംഗമാകട്ടെ, വിദ്യാഭ്യാസ രംഗമാകട്ടെ, വൈയക്തിക രംഗമാകട്ടെ, കുടുംബരംഗമാകട്ടെ, ആധുനിക ലോകത്ത് മതമെന്ന് പറയുമ്പോൾ അപകർഷതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന തഖദൂ ദീനഹും ലഹുവൻ വലഇബാ. ഈ ദീനിന്റെ വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിലാകട്ടെ, കടപ്പാടുകളുടെ വിഷയത്തിലാകട്ടെ, ഉത്തരവാദിത്തങ്ങളുടെ വിഷയത്തിലാകട്ടെ അവർക്കൊരു ഗൗരവമുണ്ടായിരുന്നില്ല, അവരതിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്താണ് അതിന്റെ കാരണം? വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവിലെ ജീവിതം അവർ വഞ്ചിച്ചു കളഞ്ഞു, ചതിച്ചു കളഞ്ഞു എന്നതാണ് അതിന്റെ കാരണം. ഈ ദുനിയാവിന്റെ പളപളപ്പിൽ അവർ മയങ്ങിപ്പോയി. ഈ ദുനിയാവിന്റെ മനോഹാരിത എന്നും നിലനിൽക്കുന്നതാണെന്ന് അവരറിയാതെ ആശിച്ചു പോയി, വ്യാമോഹിച്ചു പോയി. അതുകൊണ്ടാണ് ഈ ദീനിനെ അവർക്ക് ഗൗരവതരമായി കാണാൻ സാധിക്കാത്തത്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ എത്രയോ മനുഷ്യന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉദാഹരണങ്ങൾ ഖുർആനിന്റെ താളുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമകാലികനായ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്ന ഫിർഔനിന്റെ അഹങ്കാരത്തെക്കുറിച്ചും അവന്റെ പതനത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ അതാക ഹദീസു മൂസാ. പ്രവാചകരെ, മൂസായുടെ കഥ അങ്ങേക്ക് വന്നെത്തിയിട്ടുണ്ടോ? മൂസായുടെ സംഭവം അങ്ങേക്ക് വന്നെത്തിയിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്നാജാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവാ. പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ രക്ഷിതാവത അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അങ്ങ് ഫിർഔനിന്റെ അടുത്തേക്ക് യാത്രയാവുക, ഫിർഔനിന്റെ അടുത്തേക്ക് പോകുക. അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു, അവൻ അതിര് വിട്ടിരിക്കുന്നു, അവൻ ധിക്കാരിയായിരിക്കുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുക, ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ. നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ? നീ നിർമാർഗം പ്രാപിക്കാൻ തയ്യാറുണ്ടോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. നിന്റെ രക്ഷിതാവിലേക്കുള്ള നേരായ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഫതഖ്ശാ. നിന്റെ ഹൃദയത്തിൽ ഒരു പക്ഷെ ഭയഭക്തി ഉണ്ടായേക്കാം, ഖുശൂ ഉണ്ടായേക്കാം. അള്ളാഹു നൽകിയ വലിയ ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അതാ ഫിർഔനിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തായിരുന്നു പ്രതികരണം? അവനതാ അതിനെ കളവാക്കുകയാണ്, അനുസരണക്കേട് കാണിക്കുകയാണ്. എന്നിട്ട് പിന്തിരിയുകയാണ്. എന്നിട്ട് ഈ പ്രബോധനത്തിനെതിരിൽ അവൻ പ്രവർത്തനം നടത്തുകയാണ്. എന്നിട്ട് അവന്റെ കിങ്കരന്മാരെ, അവന്റെ അനുയായികളെ, അവന്റെ പട്ടാളത്തെ അവൻ വിളിച്ചു കൂട്ടിയിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ. എന്നെക്കാൾ വലിയ റബ്ബില്ല കേട്ടോ, എന്നെക്കാൾ വലിയ രക്ഷിതാവില്ല, എന്നെക്കാൾ വലിയ ദൈവമില്ല. ഞാനാണ് ദൈവം, ഞാനാണ് ഉന്നതനായ ദൈവം, ഞാനാണ് ഏറ്റവും വലിയ പടച്ചവനെന്ന് ഹുങ്ക് പറഞ്ഞ ഫിർഔൻ. പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ നാം ഇങ്ങനെ പിറകോട്ട് മറിക്കുമ്പോ, സൂറത്തുൽ യൂനുസിലേക്ക് നാം എത്തുമ്പോ അതേ ഫിർഔനിന്റെ പതനത്തെ കുറിച്ച് പടച്ചറബ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എത്ര വലിയ അധികാരമുണ്ടെങ്കിലും, എത്ര വലിയ സ്വാധീനമുണ്ടെങ്കിലും, എത്ര വലിയ പണത്തിന്റെ കൂമ്പാരമുണ്ടെങ്കിലും, എത്ര വലിയ സൈന്യ സന്നാഹമുണ്ടെങ്കിലും, എത്ര സുശക്തമായ അധികാരത്തിന്റെ കോട്ടക്കുള്ളിൽ വസിക്കുന്ന രാജാവായാലും അള്ളാഹുവിന്റെ പിടി വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അവധി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആയത്തുകൾ സൂറത്ത് യൂനുസിലൂടെ
സൂറത്തിലൂടെ അള്ളാഹു പറയുന്നു, ചെങ്കടലിന്റെ തിരമാലകൾക്കിടയിലേക്ക് മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അദാബിനെ നേരിൽ കണ്ട, മരണത്തെ മുഖാമുഖം കണ്ട ഫിർഔനദാ പറയുകയാണ്, ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, ഞാനിതാ എന്റെ അഹങ്കാരം അവസാനിപ്പിക്കുന്നു, ഞാനിതാ എന്റെ ധിക്കാരം അവസാനിപ്പിക്കുന്നു. റബ്ബേ, ഞാനൊന്നുമല്ലെന്ന് ഞാനിതാ സമ്മതിക്കുകയാണ്. ഞാൻ ബലഹീനനാണ്, ഞാൻ ദുർബലനാണ് എന്ന് ഞാനിതാ സമ്മതിക്കുകയാണ്. അതോടൊപ്പം ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയും ഹാറൂനും പറഞ്ഞ രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യമാണ്, ഇപ്പോഴാണോ ഫിർഔന് നിനക്ക് ബോധോദയം ഉണ്ടാകുന്നത്? ഇപ്പോഴാണോ ഫിർഔനെ നിനക്ക് തിരിച്ചറിവുണ്ടാകുന്നത്? വഖദ് അസൈത ഖബൽ വകുന്ത മിനൽ മുഫ്സിദീൻ. എത്ര വിളിയാളങ്ങൾ നിന്റെ കർണപുടത്തിൽ വന്ന് പഠിച്ചിട്ടുണ്ട്, എത്ര ദൃഷ്ടാന്തങ്ങൾ നിന്റെ നയനങ്ങൾ കൊണ്ട് നീ കണ്ടിട്ടുണ്ട്. നിന്റെ കണ്ണ് തുറന്നില്ല, നീ അനുസരണക്കേട് കാണിക്കുകയായിരുന്നു. വകുന്ത മിനൽ മുഫ്സിദീൻ. അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പ്രഖ്യാപിക്കാൻ വന്ന അവന്റെ ദൂതന്മാരെ മത്സരിച്ച് തോപ്പിക്കാനുള്ള ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നില്ല ഫിർഔൻ നീ. അതുകൊണ്ട് നീ അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുകയാണ്. അല്ലാഹു പറയുന്നു, ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നേ ദിവസം ഈ ചെങ്കടലിന്റെ തിരമാലകൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഡെഡ് ബോഡി മാത്രമായിരിക്കും, അത് നിന്റെ ചേതനയേറ്റ ശരീരം മാത്രമായിരിക്കും, അത് നിന്റെ ശവം മാത്രമായിരിക്കുമെന്ന് പടച്ച റബ്ബ് ഫിർഔനിനോട് പറഞ്ഞതായി പറയുകയാണ്. എന്തിനാണത്? ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ആജ്ഞാനുവർത്തികളായി കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, നിന്നെ ആരാധിച്ചു കൊണ്ടിരുന്ന, നീ ദിവ്യപുരുഷനാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനത നിന്റെ തിരിച്ചുവരവിനെ കാത്തുകൊണ്ട് ആ കടലിന്റെ കരയിൽ നിൽക്കുന്നുണ്ട്. അവര് നീ മരിച്ചു എന്ന് വിശ്വസിക്കില്ല, നിനക്കൊരു നാശമുണ്ടെന്ന് അവരെ കാണാതെ വിശ്വസിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അവരുടെ കണ്ണിലേക്ക് ഒരീച്ച വന്ന് മൂക്കിലിരുന്നാൽ അതിനെ തട്ടിക്കളയാൻ പോലും ശേഷിയില്ലാത്ത തരത്തിൽ രക്തയോട്ടം നിലച്ചുപോയ, ശ്വാസം നിലച്ചുപോയ, തണുത്തുറഞ്ഞ നിന്റെ ശരീരത്തെ ഞാൻ വലിച്ചിട്ട് കൊടുക്കുന്നതാണ്. ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്നെ കാത്തിരിക്കുന്ന നിന്റെ പടയാളികൾക്ക്, നിന്റെ കിങ്കരന്മാർക്ക്, നിന്റെ പ്രജകൾക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് ആ ആയത്ത് ഫിർഔനിനോട് സംസാരിക്കുന്ന ഭാഗം അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് മാലോകരോട് സംസാരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരോടുമായി റബ്ബ് സുബ്ഹാനഹു വ തആല വലിയൊരു ദൃഷ്ടാന്തം, വലിയൊരു സന്ദേശം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നത്? വ ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ദൃഷ്ടാന്തത്തെക്കുറിച്ച്, നമ്മുടെ അത്ഭുതങ്ങളെക്കുറിച്ച്, നമ്മുടെ അടയാളങ്ങളെക്കുറിച്ച് അശ്രദ്ധരാണല്ലോ. അള്ളാഹുവിന്റെ വാക്കുകളാണ്. ഇതെന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ എടക്കരയിലെ ഗൈഡൻസ് സ്കൂളിൽ കൂടിയിരിക്കുന്ന ഓരോ മുസ്ലിം ആണും പെണ്ണും ചിന്തിക്കേണ്ട വിഷയമാണിത്. വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട്, നമ്മുടെ അടയാളങ്ങളെ തൊട്ട് അവർ അശ്രദ്ധരാണ് എന്ന് പടച്ച റബ്ബ് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മുടെ തൊട്ട് തടുകി കടന്നു പോയിട്ടുള്ളത്. കേരളക്കരയിൽ വന്നെത്തിയ വെള്ളപ്പൊക്കങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? ലോസ് ആഞ്ചലസിൽ നിന്നും മുഴുവനായി കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത കാട്ടുതീ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? ലോകത്തിന്റെ സകല സംവിധാനങ്ങളെയും സാങ്കേതികതകളെയും തോറ്റു തുന്നം പാടിച്ച ഉത്തിരിക്കുഞ്ഞനായ കൊറോണ വൈറസ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ? മനുഷ്യന് വിശദീകരിക്കാൻ കഴിയാത്ത വൈറസുകളുടെ, ബാക്ടീരിയകളുടെ ലോകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ മനുഷ്യന്റെ വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത അജ്ഞാതമായ രോഗങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലയോ, അള്ളാഹുവിന്റെ പദ്ധതികളെ കുറിച്ച് നിർഭയരായി
നിർഭയരായിരിക്കുന്നവരെ, അത് നിർഭയത്വമല്ല, അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നിരാശയാണ്, നഷ്ടമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫിർഔനിന്റെ പതനം പറഞ്ഞു തന്നിട്ട് പടച്ചിറപ്പ് നമ്മെ ക്ഷണിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത അവന്റെ ദൃഷ്ടാന്തത്തിലേക്കാണ്, അവന്റെ ഉണർത്തുപാട്ടുകളിലേക്കാണ്. എണ്ണിയാലൊടുങ്ങാത്ത അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന അടയാളങ്ങളിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ അല്ലാഹു കൊടുത്ത അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കണ്ണുമഞ്ഞളിച്ചു പോയ വേറെയും ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്രൂദിനെ പോലെ, ഖാറൂനിനെ പോലെ, ഹാമാനിനെ പോലെ, അബൂജഹലിനെ പോലെ, വലീദ് ഇബ്നു മുഗീറയെ പോലെ ഒട്ടനവധി മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഒരു തരത്തിലുള്ള കച്ചവടമോ ഒരു തരത്തിലുള്ള ഏർപ്പാടുകളോ അല്ലാഹുവിന്റെ സ്മരണയെ കൊണ്ട് തടയാത്ത ഒരു വിഭാഗം ജനതയെയും മനുഷ്യ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അറ്റമില്ലാത്ത അധികാരം കൊടുത്തിട്ടും പടച്ചുറപ്പ അധികാരം കൊടുത്തപ്പോ അല്ലാഹുവിലേക്ക് സ്മരണയോടുകൂടി സ്തുതിയോടുകൂടി തിരിഞ്ഞ എത്രയോ രാജാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിരുകളില്ലാത്ത അധികാരമാണ് പടച്ചുറപ്പ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയത്. ജീവികളുടെ ഭാഷകൾ തിരിച്ചറിയാനുള്ള കഴിവ് സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകി. കാറ്റിന്റെ വേഗത ഉപയോഗിച്ച് സഞ്ചരിക്കാനുള്ള കഴിവ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകി. ഒരു മനുഷ്യനും അതിന്റെ മുമ്പ് നേടിയെടുത്തിട്ടില്ലാത്ത, ഇനി ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കാത്ത അത്രയും വലിയ അധികാരത്തിന്റെ പരിധി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകി. എന്നാൽ ഫിർഔനിനെ പോലെ സുലൈമാൻ നബിയുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. ഫിർഔനിനെ പോലെ സുലൈമാൻ നബിയുടെ മനസ്സ് ഈ ദുനിയാവിനോടുള്ള ഭ്രമത്തിൽ മയങ്ങിപ്പോയില്ല. ചരിത്രം അങ്ങനെ മുന്നോട്ട് വരുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുകയാണ്. രണ്ടിൽ ചില്ലാനം വർഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. പിന്നീട് ഭരണമേറ്റെടുക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമറിന്റെ ഉരുക്കുമുഷ്ടിക്ക് കീഴിൽ ഇസ്ലാമിക സാമ്രാജ്യം വിശാലമാകുകയാണ്. ഓരോ നാടുകളായി ഇസ്ലാമിന്റെ കീഴിലേക്ക് അങ്ങനെ വരികയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ വലിയൊരു സംഭവം, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഗുണപാഠം ഉണ്ടാകുന്ന സംഭവം അരങ്ങേറുകയാണ്. സിറിയ പട്ടണം ഷാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അധികാരം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി സിറിയയിലേക്ക് പോകുകയാണ്, അധികാരം സ്വീകരിക്കുന്നതിന് വേണ്ടി. സിറിയയിലെത്തിയ ഷാമിലെത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സിറിയ പട്ടണം മുഴുവനും കാണാം, ഷാമിന്റെ പട്ടണം മുഴുവനും കാണാം. സിറിയ എന്ന് പറയുന്നത് മക്കയെ പോലെയോ മദീനയെ പോലെയോ യമനിനെ പോലെയോ അല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ബാറക്നാ ഹൗല, അല്ലാഹു അതിന്റെ ചുറ്റുപാടും അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഒരുപാട് കൃഷിയിടങ്ങളുള്ള, ഒരുപാട് തോട്ടങ്ങളുള്ള, ആറുകളുള്ള, അരുവികളുള്ള നയനാനന്ദകരമായ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം. ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് മക്കയുടെയും മദീനയുടെ ഇടയിലും നിരന്നു നിൽക്കുന്ന മൊട്ടക്കുന്നുകളെ പോലെയുള്ള പർവ്വതങ്ങളെല്ലാം മറിച്ച് കാണുന്നത് എന്താണ്? പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന സുന്ദരമായ സിറിയയെയാണ്. ഒരു നിമിഷം ഉമറിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം തോന്നി, വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇതെന്റെ ഭരണത്തിന്റെ കീഴിലുള്ളതല്ലേ, ഈ സിറിയയുടെ രാജാവ് ഇന്ന് ഞാനല്ലേ, ഈ സിറിയയുടെ ഭരണാധികാരി ഇന്ന് ഞാനല്ലേ എന്ന തോന്നൽ ഉമറിന്റെ മനസ്സിലേക്ക് വരികയാണ്. ആ നിമിഷം പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ മനസ്സാക്ഷിയത ഉമറിനെ തിരുത്തുകയാണ്. എന്തൊരത്ഭുതമാണ്! അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ, അവരുടെ മനസ്സാക്ഷി എത്രമാത്രം ജാഗരൂകമായിരുന്നു. ആ മനസ്സാക്ഷിയത ഉമറിനോട് സംസാരിക്കുകയാണ്. ഉമറേ, അരുത്, കണ്ണ് മഞ്ഞളിച്ചു പോകരുത് ഉമറേ, മനസ്സ് മയങ്ങി പോകരുത് ഉമറേ. എന്നിട്ട് സൂറത്തു ദുഖാനിലെ ഏതാനും ആയത്തുകൾ ഉമറിന് സ്വന്തം മനസ്സാക്ഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഓതിക്കിടക്കുകയാണ്. ഏതാണ് ആ ആയത്ത്? കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് നോക്കണേ ഉമറേ.
എത്രയധികം രാജാക്കന്മാരാണ് നിന്നേക്കാൾ വലിയ രാജാധികാരമുണ്ടായിരുന്നവർ, നിന്നേക്കാൾ വലിയ സ്വാധീന ശക്തി ഉണ്ടായിരുന്നവർ, നിന്നേക്കാൾ സുശക്തമായ സൈന്യസന്നാഹമുണ്ടായിരുന്നവർ. അവരൊക്കെ ഇന്ന് എവിടെയാണ്? 6 അടി മണ്ണിലല്ലേ? ആ സൈന്യം അവരുടെ കൂടെയുണ്ടോ? ആ സാമ്രാജ്യം അവരുടെ കൂടെയുണ്ടോ? ആ അധികാരം അവരുടെ കൂടെയുണ്ടോ? ആ സ്വാധീനം അവരുടെ കൂടെയുണ്ടോ? എത്ര വലിയ രമ്യഹർമ്മങ്ങളാണ്, മണിമാളികകളാണ്, പ്രകൃതി രമണീയമായ കണ്ണിനാനന്ദം നൽകുന്ന തരത്തിലുള്ള വയലേലകളാണ്, കൃഷിയിടങ്ങളാണ്, പൂന്തോട്ടങ്ങളാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈ മനുഷ്യന്മാര് വിട്ടേച്ചു പോയത്. അതുകൊണ്ട് മനസ്സ് മയങ്ങിപ്പോകരുത് ഉമറേ, ഹൃദയം മയങ്ങിപ്പോകരുത് എന്ന് സ്വന്തം മനസ്സാക്ഷി ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. നിറകണ്ണുകളുമായി പശ്ചാത്താപവിവശമായ ഹൃദയവുമായി മനസ്സുമായി ഉമറദാ ആ സിറിയയിലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഒരു നിമിഷം ഈ ദുനിയാവിനോടുള്ള പ്രമത്തത ഉമറിന്റെ മനസ്സിനെ കീഴടക്കിയപ്പോ അടുത്ത നിമിഷം സുഹുദ് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി തന്നെ ഉമറിനെ തിരുത്തുകയാണ്. ഇതായിരുന്നു നമ്മുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. ഈ ദുനിയാവിന്റെ പളവളപ്പിൽ അവർ ഒരിക്കലും മലങ്ങിപ്പോയിട്ടില്ല. ഈ ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ ഒരിക്കലും അവർ മയങ്ങിപ്പോയിട്ടില്ല. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. യഅലമു, മനുഷ്യകുലത്തോടാണ് പറയുന്നത്, ആണിനോടും പെണ്ണിനോടും ഒക്കെയാണ് സംസാരിക്കുന്നത്. യഅലമു, നിങ്ങൾ അറിയണേ, അന്നമാ, നിശ്ചയം ഒരു കാര്യം, വളരെ തീർച്ചയുള്ള ഒരു കാര്യം, സംശയത്തിനതീതമായ ഒരു വിഷയം പറയുമ്പോഴാണ് പടച്ചറബ് അന്നമാ എന്ന വാക്കുപയോഗിക്കുക, പദം ഉപയോഗിക്കുക. അന്നമാ, നിശ്ചയം ഒരു കാര്യം. എന്താണ് നിങ്ങൾ അറിയേണ്ടത്? അൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ അറിയണം. ഈ ദുനിയാവിലെ സുഖത്തെ കുറിച്ച് നിങ്ങൾ അറിയണം. ഈ ദുനിയാവിലെ സൗകര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? 5 കാര്യങ്ങൾക്കപ്പുറത്ത് ഈ ദുനിയാവിലെ അർത്ഥം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. എത്ര വലിയ തത്വശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ പഠിച്ചാലും ഈ 5 കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ ദുനിയാവിനൊരർത്ഥവും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ആരാണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിനെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത്. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്നാമത്തത് ലൈബാണ്, രണ്ടാമത്തത് ലഹുവാണ്, മൂന്നാമത്തത് സീനത്താണ്, നാലാമത്തത് വതഫാഖുറും ബൈനകും ഫഖറാണ്, അഞ്ചാമത്തത് വഖതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കസുറാണ്. ഇതിന്റെ പുറത്തേക്ക് ആരും ആസ്വാദനങ്ങളും കളികളും സൗന്ദര്യവും പെരുമ നടിക്കലും ധാരാളിത്തം നടിക്കലുമല്ലാതെ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ മറ്റൊരർത്ഥവുമില്ല എന്ന് ഈ 5 കാര്യങ്ങളുടെ ആയുസ് എങ്ങനെയാണ്, ഈ 5 കാര്യങ്ങളുടെ പര്യവസാനം എങ്ങനെയാണെന്ന് കൂടിയ ആയത്തിന്റെ അടുത്ത പകുതിയിൽ പടച്ചറബ് വിശദീകരിക്കുകയാണ്. എങ്ങനെയാണത്? കമസലി ഗൈസിൻ, ഒരു മഴയെ പോലെയാണ്. ഒരു മഴയതാ പെയ്യുകയാണ്. ആ മഴ എങ്ങനെ പെയ്യുമ്പോ, ഭൗമോപരിതലത്തിൽ ആ മഴയുടെ നനുത്ത സ്പർശമുണ്ടാകുമ്പോ അജബൽ കുഫാറ നബാതു, കൃഷിയിടങ്ങളതാ വിളകളാൽ സമൃദ്ധമാവുകയാണ്. ഉണങ്ങിക്കരിഞ്ഞു പോയ ഭൂമിയുടെ പ്രതലങ്ങൾ പച്ചപ്പ് വിരിക്കുകയാണ്. വയനാട്ടിലേക്കൊക്കെ നമ്മൾ മഴക്കാലം കഴിഞ്ഞ ഉടനെ യാത്ര ചെയ്താൽ പർവ്വതങ്ങൾ മുഴുവൻ പച്ചപ്പുതപ്പ് പുതച്ചു നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ മഴയിലൂടെ മുഴുവൻ കൃഷിക്കാരുടെ കണ്ണിനെ അഞ്ചിപ്പിക്കുന്ന തരത്തിലതാ പച്ചപ്പ് നേടിയെടുക്കുകയാണ്. അജബൽ കുഫാറ നബാതു. എന്നാൽ ഈ പച്ചപ്പിന് ആയുസ്സുണ്ടോ? കാലാവസ്ഥ എങ്ങനെ മാറി വരുമ്പോ, മഴക്കാലം മാറി, വസന്തവും ശിശിരവും ഹേമന്തവും എല്ലാം കടന്നുപോയി വേനലിലേക്ക് കാലാവസ്ഥ എത്തി നിൽക്കുമ്പോ വേനലതിന്റെ മുഖം ഇങ്ങനെ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പച്ചപ്പിന്റെ അവസാനം ഉണ്ടാകുകയാണ്. പച്ചപ്പ് അപ്രത്യക്ഷമാകുകയാണ്. എന്നിട്ടൊരു മഞ്ഞ നിറത്തിലേക്ക് അത് മാറുകയാണ്. അത് വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവുകയില്ല, അതിന് വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് ഇന്നലെ അവിടെ ഒരു പച്ചപ്പുണ്ടായിരുന്നു എന്നതിന്റെ ഒരടയാളം പോലും ബാക്കി നൽകാത്ത തരത്തിൽ ഇന്നലെ അങ്ങനെ ഒരു നയനാനന്ദകരമായ കാഴ്ച അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നതിന്റെ ഒരു അടയാളം പോലും ബാക്കി വെക്കാത്ത രീതിയിൽ ആ കൃഷിയിടങ്ങളും ആ പർവ്വതങ്ങളും ആ വയലേലകളും എല്ലാം ഉണങ്ങിക്കരിഞ്ഞില്ലാതെയായി പോകുന്നു. അതുപോലെ
മാറുകയാണ്. ദുനിയാവിലെ സകല സുഖ സൗകര്യങ്ങളുമെന്ന് പടച്ച റബ്ബ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ മുന്നിലിരിക്കുന്നവരിൽ 15 വയസ്സുള്ളവരുണ്ട്, 20 വയസ്സുള്ളവരുണ്ട്, 30 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, 50 വയസ്സുള്ളവരുണ്ട്. ഇന്നത്തെ കൗമാരക്കാരൻ നാളത്തെ യുവാവാണ്, ഇന്നത്തെ യുവാവ് നാളത്തെ വൃദ്ധനാണ്, ഇന്നത്തെ വൃദ്ധൻ നാളത്തെ പടുവൃദ്ധനാണ്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് മധ്യവയസ്സിലേക്കും, മധ്യവയസ്സിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും, വാർദ്ധക്യത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അർദലിൽ ഉമറിലേക്കും പടുവാർദ്ധക്യത്തിലേക്കുമുള്ള മനുഷ്യന്റെ യാത്രയെന്ന് പറയുന്നത് ക്ഷണനേരം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അവസാനം അവൻ ഏത് രീതിയിലാണ് എത്തിച്ചേരുക? ലോകം മുഴുവൻ സഞ്ചരിച്ച്, ഒരുപാട് ഭാഷകൾ പഠിച്ച്, ഒരുപാട് സംസ്കാരങ്ങൾ കണ്ടറിഞ്ഞ്, വലിയ വിദ്യാഭ്യാസ സമ്പന്നനായി, ലോകത്ത് മുഴുവൻ ചങ്ങാതിമാരായി, വലിയ സ്വാധീനമുള്ളയാളായി, അവസാനം സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മഹല്ലിലെ പള്ളിയിലേക്ക് പോകാൻ വഴിയറിയാത്ത തരത്തിലേക്ക് ഓർമ്മ നശിച്ചുകൊണ്ട്, കണ്ണിന് കാഴ്ചയില്ലാതെ, ചെവിക്ക് കേൾവിയില്ലാതെ, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും സ്വന്തം മക്കളുടെ അസഹായം തേടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകില്ലേ? ഇത് തന്നെയാണ് പടച്ചറബ് പറഞ്ഞത്. മഴ ഇങ്ങനെ പെയ്തപ്പോ ആ പച്ചപ്പുണ്ടാവുകയാണ്, ആ പച്ചപ്പ് മെല്ലെ മെല്ലെ മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്. പിന്നീട് ഒരു തരത്തിലുള്ള ആസ്വാദനവുമില്ലാത്ത ഉണങ്ങിക്കരിഞ്ഞ അവസ്ഥയിലേക്ക് ആ പുൽമേടുകൾ പോകുന്നത് പോലെ, ആ കൃഷിയിടങ്ങൾ പോകുന്നത് പോലെ, യൗവനത്തിന്റെ സമൃദ്ധിയിൽ നിന്ന്, യൗവനത്തിന്റെ സുഖത്തിൽ നിന്ന് വാർദ്ധക്യത്തിന്റെ മഞ്ഞയിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് വാർദ്ധക്യത്തിന്റെ പടുവാർദ്ധക്യത്തിന്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കുമുള്ള മനുഷ്യന്റെ സഞ്ചാരമുണ്ടല്ലോ, അതാണ് ഈ ദുനിയാവിന്റെ ആകെ തുക എന്ന് പടച്ചറബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നറിയുമോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്, ചതിയുടെ വിഭവം മാത്രമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി സ്വർഗത്തെ നിങ്ങൾ കളഞ്ഞു കുടിക്കരുതേ. ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിയെ നിങ്ങൾ കളഞ്ഞു കുടിക്കരുതേ. ഈ ദുനിയാവിലെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ ഇഷ്ടത്തെ നിങ്ങൾ കളഞ്ഞു കുടിക്കരുതേ എന്നാണ് ആവർത്തിച്ചുള്ള ഇത്തരത്തിലുള്ള വചനങ്ങളിലൂടെ പടച്ചറബ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദുനിയാവ് നമ്മെ വഞ്ചിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ ദുനിയാവിനാൽ വഞ്ചിക്കപ്പെടുക എന്നത്. രണ്ടാമത്തെ ദുരന്തം ഏതാണെന്നറിയുമോ? നമ്മെ കാത്തിരിക്കുന്ന അപകടത്തിന്റെ രണ്ടാമത്തെ കുഴി ഏതാണെന്നറിയുമോ? പടച്ചറബ് സൂറത്തുൽ അറാഫിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. യാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ. സ്നേഹത്തോടെയുള്ള പടച്ചറബിന്റെ വിളിയാണ്, വാത്സല്യത്തോടെയുള്ള പടച്ചറബിന്റെ വിളിയാണ്. യാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ. പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ, ശൈത്താൻ നിങ്ങളെ ചതിച്ചു കളയാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ ചതിക്കാതിരിക്കട്ടെ, നിങ്ങളെയും അവൻ വഞ്ചിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര സ്നേഹത്തോടെയാണ് പടച്ചറബ് പറയുന്നത്. അപകടം പിടിച്ച മേഖലയിലേക്ക് അത്യാവശ്യമായി യാത്ര പോകേണ്ടി വരുമ്പോൾ നമ്മുടെ മക്കൾ യാത്ര തിരിക്കുന്ന സമയത്ത് വീടിന്റെ വാതിൽ കടന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ ചെവിയിലേക്ക്, മോനെ, അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്, സൂക്ഷിക്കണേ, ജാഗ്രത വേണേ, നിന്നെ ഞാൻ ഇവിടെ കാത്തിരിക്കുമെന്ന് നമ്മുടെ മക്കളോട് പറയുന്നത് പോലെ നമ്മെ കാത്തിരിക്കുന്ന അപകടത്തിന്റെ കുഴിയായ, വഞ്ചനയുടെയും ചതിയുടെയും കുഴിയായ ഇബ്ലീസിന്റെ ഇടപാടുകളെ കുറിച്ച് പടച്ചറബ് നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഏത് രീതിയിലാണ് ഇബ്ലീസ് ചതിച്ചത് എന്ന് പടച്ചറബ് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഫവസ്വസ ലഹുമ ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ ബൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. അല്ലാഹു സ്വച്ഛന്തം സ്വർഗ്ഗത്തിൽ വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ ആദം നബിയുടെ അടുത്തേക്ക് ഇബ്ലീസ് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجرة. ഈ മരത്തിൽ നിന്ന് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രണ്ടുപേരെയും തടഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ലാ അൻ തകൂനാ മലക്കൈൻ. നിങ്ങൾ രണ്ട് മാലാഖമാരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഔ തകൂനാ മിനൽ ഖാലിദീൻ. അല്ലെങ്കിൽ നിങ്ങൾ അനശ്വരരാകാൻ
ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, നിത്യജീവനുള്ളവരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അവൻ പറയുകയാണ് വഖാസമഹുമാ, അവൻ സത്യം ചെയ്യുന്നു നമ്മുടെ ഉമ്മയോടും വാപ്പയോടും. എന്താണ് അവൻ സത്യം ചെയ്തു പറയുന്നത്? ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് കേട്ടോ, നിങ്ങളുടെ മോചനം ആഗ്രഹിക്കുന്നവനാണ്, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവനാണ്, നിങ്ങളുടെ പുരോഗമനം ആഗ്രഹിക്കുന്നവനാണ്. ഇബ്ലീസിന്റെ വർത്തമാനം പ്രിയപ്പെട്ടവരെ സഹസ്രാബ്ദങ്ങൾ കടന്ന് 2025 നാം എത്തി നിൽക്കുമ്പോ LGBTQ ആക്ടിവിസം നടത്തിക്കൊണ്ടിരിക്കുന്ന അധാർമികതകളെയും വൃത്തികേടുകളെയും ലോകത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾക്കകത്ത് കൗമാരക്കാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിലേക്ക് അപങ്കുരമായ ഇരുട്ടിന്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന LGBTQ ആക്ടിവിസം അടക്കമുള്ള വൃത്തികേടിന്റെ ആളുകൾ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ മനുഷ്യകുലത്തിന്റെ വിമോചകരാണ്, ഞങ്ങൾ മനുഷ്യകുലത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ഉന്നമനത്തിന്റെ ആളുകളാണ്. ജീവിതം ഒന്നേയുള്ളൂ, അതുകൊണ്ട് ആസ്വദിക്കാൻ തയ്യാറാവുക. കാലങ്ങൾക്കപ്പുറത്ത് നമ്മുടെ മാതാപിതാക്കളോട് പിശാച് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞ് അവരെ ചതിച്ച് പറ്റിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ സ്വർഗാനുരാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യ പിശാചുക്കൾ ഇന്ന് മനുഷ്യകുലത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പുരോഗമനത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാണ്. സ്ത്രീകളോട് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം കിടക്കുന്നത് നിങ്ങൾ തുണിയുരിയുന്നതിലാണ്. ശരീരം മറച്ചു നടക്കുന്ന പെണ്ണ് അവൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര പുരോഗമനം നേടിയാലും അവൾ പുരോഗമനക്കാരിയല്ല, അവൾ ആധുനിക ലോകത്ത് ജീവിക്കാൻ അർഹയല്ല. അവൾ 6-ാം നൂറ്റാണ്ടുകാരിയാണ്, അവൾ 7-ാം നൂറ്റാണ്ടുകാരിയാണ്. ആധുനിക ലോകത്തുള്ള പെണ്ണാകണമെങ്കിൽ ഞങ്ങളുടെ ദാഹിക്കുന്ന കഴുക കണ്ണുകൾക്ക് അവളുടെ ശരീരത്തിന്റെ നിമ്നോന്നതകൾ ഉപയോഗിച്ച് വിരുന്നൊരുക്കിയാൽ മാത്രമേ ഞങ്ങളവരെ ആധുനിക പെണ്ണായി കണക്കാക്കുകയുള്ളൂ, പുരോഗമനത്തിന്റെ പെണ്ണായി കണക്കാക്കുകയുള്ളൂ, സ്വാതന്ത്ര്യം ലഭിച്ച പെണ്ണായി കണക്കാക്കുകയുള്ളൂ. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ആദിമകാലം തൊട്ട് ഇന്ന് വരെ പിശാചുക്കളുടെ ശബ്ദത്തിന് ഒരേ പാറ്റേൺ ആണ്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ രീതിയിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ലിബറലിസത്തിന്റെ വാദങ്ങളോ സ്വർഗാനുരാഗത്തിന്റെ വാദങ്ങളോ സ്വതന്ത്ര ലൈംഗികതയുടെ വാദങ്ങളോ തുണി ഉരിയാൻ കാണിക്കുന്ന തുണി ഉരിയാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളോ അത് മനുഷ്യകുലത്തിന്റെ വിമോചനമല്ല, അത് മനുഷ്യകുലത്തിന്റെ സ്വാതന്ത്ര്യമല്ല, അത് മനുഷ്യകുലത്തിന്റെ ഉന്നമനമല്ല, അത് നാശത്തിന്റെ തുടക്കമാണ്, അത് വഞ്ചനയാണ്, അത് ചതിയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കുന്ന രണ്ടാമത്തെ ചതിക്കുഴിയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാന്റെ മുന്നിൽ പിശാച് ശബ്ദമെടുത്തിട്ടുണ്ട്, മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്തറുഹും ശാകിരീൻ. റബ്ബേ, അവർക്ക് വേണ്ടിയാണ് നീ എന്നെ പുറത്താക്കിയത്, ഈ മനുഷ്യകുലത്തിന് വേണ്ടിയാണ് നീ എനിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. അവരുടെ മുന്നിലൂടെ ഞാൻ പോകും, സാധിച്ചില്ലെങ്കിൽ പിന്നിലൂടെ ഞാൻ പോകും, സാധിച്ചില്ലെങ്കിൽ സൈഡിലൂടെ രണ്ട് ഭാഗത്തുകൂടെയും ഞാൻ പോകും. ഏതൊക്കെ മാർഗത്തിൽ അവരെ വഴിപിഴപ്പിക്കാൻ സാധിക്കുമോ, ഏതൊക്കെ മാർഗത്തിൽ അവർക്ക് സന്മാർഗഭ്രംശം സംഭവിപ്പിക്കാൻ സാധിക്കുമോ ആ മാർഗത്തിലൂടെ എല്ലാം ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വലാ തജിദു അക്സറുഹും ശാകിരീൻ. അവരിൽ മഹാഭൂരിപക്ഷം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല റബ്ബേ എന്ന് ഇബ്ലീസ് അല്ലാഹുവിനോട് പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഇബ്ലീസിന്റെ ദുർബോധനങ്ങളെ കുറിച്ച് കരുതിയിരിക്കുക. ആ ഇബ്ലീസിന്റെ അഹ്ലുകാരായ മനുഷ്യ പിശാചുക്കൾ ജീവിതത്തിന്റെ തലങ്ങും വിലങ്ങും കുഴിച്ചു വെക്കുന്ന കുഴികളെ കുറിച്ച് ബോധവാന്മാരാവുക. മൂന്നാമതായി മനുഷ്യനെ കാത്തിരിക്കുന്ന അപകടത്തിന്റെ കുഴി ഏതാണെന്നറിയുമോ? സൂറത്തുൻ നാസിആത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആരാണോ സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിടുന്നത്, ആരാണോ സ്വന്തം ശരീരത്തിന്റെ അതിരുകളില്ലാത്ത ആഗ്രഹങ്ങളും ആശകൾക്കും കടിഞ്ഞാണ് ഇടുന്നത്, അവൻ വിജയിച്ചിരിക്കുന്നു. അവന്റെ റബ്ബിന്റെ സ്ഥാനത്ത് ഭയപ്പെട്ടുകൊണ്ട് ആരാണോ അവന്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുന്നത്,
അവൻ വിജയിച്ചിരിക്കുന്നു. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ മടക്കസ്ഥാനം സ്വർഗ്ഗവുമാകുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയാണ് മൂന്നാമത്തെ അപകടം എന്ന് പറയുന്നത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച സ്ത്രീ അവസാനം പിടിക്കപ്പെട്ടപ്പോ രാജാവിന്റെ മുന്നിൽ വെച്ച് നടത്തുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ഞാൻ എന്റെ നഫ്സിനെ ശുദ്ധീകരിക്കുന്നില്ല, ഞാൻ നല്ലവളാണെന്ന് പറയുന്നുമില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ഏത് കുടുംബത്തിൽ ജനിച്ചവനാകട്ടെ, ഏത് മൗലവിയാകട്ടെ, ഏത് പ്രഭാഷകനാകട്ടെ, ഏത് പണ്ഡിതനാകട്ടെ, ഏത് പ്രവർത്തകനാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, മനുഷ്യന്റെ ശരീരവും അവന്റെ മനസ്സും സദാ പാപത്തിലേക്ക് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പാപത്തിലേക്ക് അവനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ വ്യഭിചാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ സംസാരിച്ചത് എങ്ങനെയാണ്? വലാ തസിനു എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീലാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്, വ്യഭിചാരത്തിന്റെ സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് നിങ്ങൾ പോകുകയും ചെയ്യരുതെന്ന് പടച്ച റബ്ബ് വളരെ കൃത്യമായി പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം വ്യഭിചാരത്തിന് സാധ്യതയുള്ള മേഖലയിലേക്ക് ആണായാലും പെണ്ണായാലും കടന്നു പോകുമ്പോ അവരൊരു പക്ഷെ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോ അള്ളാഹുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആ പ്രാർത്ഥന നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അല്ലാഹുവേ എന്നെ ഇവർ ക്ഷണിക്കുന്ന ഈ അധാർമികതയുണ്ടല്ലോ, ഈ വൃത്തികേടുണ്ടല്ലോ, അതിനേക്കാൾ എനിക്കിഷ്ടം കാരാഗ്രഹമാണ് റബ്ബേ. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ, ഇവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന്, ഇവരുടെ ഈ ക്ഷണത്തിൽ നിന്ന് നീ എന്നെ തട്ടിമാറ്റിയിട്ടില്ല എങ്കിൽ, ഈ സാഹചര്യം നീ ഇല്ലാതെയാക്കിയില്ല എങ്കിൽ, അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാനും സാധ്യതയുണ്ട് റബ്ബേ. അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ സാഹചര്യം എന്നിൽ നിന്ന് നീ ഇല്ലാതെയാക്കി കളയണേ അല്ല എന്നാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചത്. അതെന്റെ സ്വാതന്ത്ര്യം വിലക്കെടുത്തിട്ടാണെങ്കിലും, അതെനിക്കുള്ള ഈ സ്വാതന്ത്ര്യം പകരമെടുത്തിട്ടാണെങ്കിലും, കാരാഗ്രഹമാണ് റബ്ബേ എനിക്കിഷ്ടം. നിന്റെ ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയിൽ ഞാൻ പോലും അറിയാതെ വ്യാപൃതനായി പോകുന്നതിനേക്കാൾ തടവറയാണ് റബ്ബേ, കാരാഗ്രഹമാണ് റബ്ബേ, ജയിലറയിലെ പാരതന്ത്ര്യമാണ് റബ്ബേ, എനിക്ക് ഈ സ്വാതന്ത്ര്യത്തേക്കാൾ ഇഷ്ടമെന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ലോകത്തെ വ്യഭിചാരത്തിനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അലുമിനി മീറ്റുകളുടെ പേരിൽ, ഓൾഡ് സ്റ്റുഡൻസിന്റെ മീറ്റിംഗുകളുടെ പേരിൽ, പഴയ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്നതിന്റെ പേരിൽ അങ്ങനെ ഒരുമിച്ച് കൂടി പഴയ പ്രേമകഥകൾ പറഞ്ഞ്, പഴയ പ്രണയകഥകൾ പറഞ്ഞ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രണയ ജോഡികൾ വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടുപേർക്കും കുടുംബങ്ങളുണ്ട്, രണ്ടുപേർക്കും മക്കളുണ്ട്, എല്ലാം ഉണ്ടായതിനു ശേഷവും അതാ ആ പഴയ പ്രണയ ജോഡികൾ ഒരുമിക്കുകയാണ്, കുടുംബങ്ങൾ ശിഥിലമാകുകയാണ്, പടച്ച റബ്ബിന്റെ ശാപവും കോപവും വാരിക്കൂട്ടുകയാണ്, ഇബ്ലീസ് സന്തോഷിക്കുകയാണ്, പിശാചുക്കൾ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അധാർമികതകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ട്, മാറി നിൽക്കേണ്ടതുണ്ട്. അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. സാധാരണ അതിലുള്ള ആളുകൾ പറയാറുണ്ട്, ഞാനതിൽ ഒരിക്കലും ചാറ്റ് ചെയ്യാറില്ല, ഞാനതിൽ മെസ്സേജ് അയക്കാറില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു വാക്കുണ്ട്, വചനമുണ്ട്, വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ, അക്രമം ചെയ്യുന്നവരോട് നീ ചാഞ്ഞു നിൽക്കരുത്, അക്രമം ചെയ്യുന്നവരുടെ കൂടെ നീ നിൽക്കരുത്. ഫതമസ്സകുമുന്നാർ, അള്ളാഹുവിന്റെ അദാബിന്റെ അഗ്നി നിന്നെയും സ്പർശിച്ചേക്കാമെന്ന് മാലോകരായ മുഅ്മിനീങ്ങളോട് പടച്ച റബ്ബ് പറയുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇത്തരം വൃത്തികേടുകളിൽ പോയി പെടാതിരിക്കുക. എന്തൊക്കെയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ട്
നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിറ്റ്നസ് സെന്ററുകളിൽ നിന്ന് ആണും പെണ്ണും ഒരുമിച്ച് ടൂർ പോകുകയാണ്. ഭർത്താവില്ലാതെ ഭാര്യമാര് ടൂർ പോകുന്നു, ഭാര്യയില്ലാതെ ഭർത്താക്കന്മാര് ടൂർ പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം ഗ്രൂപ്പുകളിൽ നമ്മൾ ഉണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കുക, അതിൽ നിന്ന് പുറത്തേക്ക് വരിക. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന പെണ്ണുള്ള ഗ്രൂപ്പിൽ ഞാൻ വേണ്ട, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന ചതിക്കുന്ന ഭർത്താവുള്ള ഗ്രൂപ്പിൽ ഞാൻ വേണ്ട എന്ന തീരുമാനമെടുക്കാൻ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നാം തയ്യാറാകേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങൾ പറയുന്നവർക്ക് പല ചാപ്പകുത്തലുകളുമുണ്ട്. അവൻ സംശയരോഗിയാണ്, അവൻ വൃത്തികെട്ടവനാണ്, അവൻ മതഭ്രാന്തനാണ്, അവന് ഭ്രാന്ത് ബാധിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിനെതിരെ, വൃത്തികേടുകൾക്കെതിരെ, ഹീനതകൾക്കെതിരെ, മ്ലേച്ഛതകൾക്കെതിരെ സംസാരിച്ച ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് ഇന്നും ഇന്നലെയുമല്ല. ബീച്ചുകളിലും റോഡുകളിലും അതുപോലെ പല സ്ഥലങ്ങളിലും പച്ചയായി വ്യഭിചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കൗമാരക്കാരോട് അരുതെന്ന് പറയുന്ന മനുഷ്യന് ആധുനിക ലോകം ഇട്ടുകൊടുത്തൊരു പേരുണ്ട്, സദാചാര ഗുണ്ട, സദാചാര പോലീസ് എന്ന പേരാണ് പറയാറുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരുപാട് പുരോഗമനം നേടിയെടുത്തത് കൊണ്ട് മനുഷ്യനെത്തിപ്പെട്ട ചിന്തയാണ്, ആലോചനയാണ്. അല്ല, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് നാം സഞ്ചരിച്ചാൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമകാലികനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. എന്ത് പറ്റിയറോ നിങ്ങൾക്ക്? അല്ലയോ ഭ്രാന്തന്മാരെ, സ്ത്രീകളെ പ്രാപിക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ പുരുഷന്മാരെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണോ? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ കേട്ടുപരിചയമില്ലാത്ത അതിരുകവിച്ചിലാണിതെന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇന്നലകളിലെ അധാർമികതകളുടെ വൃത്തികേടിന്റെ വക്താക്കളായ ആളുകൾ ചവച്ചു തുപ്പിയ മാലിന്യമാണ് ആധുനിക ലോകത്തിന്റെ ചിന്തയായിക്കൊണ്ട് ഏറ്റെടുക്കപ്പെടുന്നത് എന്ന് ഈ പരിശുദ്ധ ഖുർആൻ മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസു യതതഹറൂൻ. അവരുടെ മറുപടി എന്താണ്? ആ ജനപദത്തിന്റെ മറുപടി എന്തായിരുന്നു? സ്വർഗാനുരാഗികളായ ജനതയുടെ മറുപടി എന്തായിരുന്നു? അവര് പറയുകയാണ്, അഖ്രിജൂഹും മിൻ ഖറിയതികും. ലൂത്ത് നമ്മുടെ ഒപ്പം വേണ്ട കേട്ടോ, ലൂത്തിനെയും കുടുംബത്തെയും ആട്ടിപ്പുറത്താക്കുക. എന്തേ കാരണം? ഇന്നഹും ഉനാസു യതതഹറൂൻ. അവർ സദാചാര ഗുണ്ടകളാണ്, അവർ സദാചാര പോലീസുകളാണ്, അവർ ശുദ്ധിയുള്ളവരാണ്, വൃത്തിയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാലിന്യം പേറാൻ അവരെ കിട്ടില്ല, നിങ്ങളുടെ വൃത്തികേട് പേറാൻ അവരെ കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദേഹേച്ഛകൾക്കെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന, അധാർമികതകൾക്കെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന, ധർമ്മത്തിന്റെ സഭ്യതകളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ഇച്ഛയുടെ മേച്ചിൽപ്പുറത്തിലേക്ക് പുതിയ തലമുറയെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുബുദ്ധികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് ഇന്ന് കുത്തിക്കൊടുക്കുന്ന ചാപ്പയാണ് സദാചാര പോലീസ് എന്നത്, സദാചാര ഗുണ്ട എന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും പടച്ചറബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും അനക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും നോട്ടത്തിലും കേൾവിയിലും എല്ലാം ഭക്ഷണത്തിലും പാനീയത്തിലും ഉറക്കത്തിലും ചിന്തയിലും നിലപാടിലും നടപടികളിലും അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള ആളുകൾ, അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെട്ട ആളുകൾ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കാകുന്നു സമാധാനത്തിന്റെ ഭവനമായ സ്വർഗമുള്ളത് എന്ന് പടച്ചറബ് വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഈ 3 അപകടങ്ങളെ കുറിച്ച് ഈ ഗൈഡൻസ് സ്കൂളിന് ഈ ഹാളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോ, ഈ ഒരു സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ, എന്റെ ജീവിതത്തിൽ ഈ 3 ദുരന്തങ്ങൾ എന്നെ തൊട്ട് തീണ്ടുകയില്ല, ഈ 3 ദുരന്തങ്ങളെ ഞാൻ കരുതിയിരിക്കുമെന്ന തീരുമാനമെടുത്തിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സദസ്സ് വിട്ടുകൊണ്ട് പുറത്തു പോകാൻ. ദുനിയാവിന്റെ പളവളപ്പുകൾ ഒരിക്കലും നിങ്ങളെ വഞ്ചിച്ചു പോകരുത്. ഇബ്ലീസിന്റെ ദുർബോധനങ്ങൾ മോചനത്തിന്റെ വാക്കുകളാണ്, സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകളാണ്, പുരോഗമനത്തിന്റെ വാക്കുകളാണെന്ന് ഒരിക്കലും ധരിച്ചു വശായി പോകരുത്. കടിഞ്ഞാണിടേണ്ട ശരീരത്തിന്റെ ഇച്ഛകൾക്കും ചിന്തകൾക്കും കടിഞ്ഞാണിടുന്നത് പുരോഗമനത്തിനെതിരാണ്, സ്വാതന്ത്ര്യത്തിനെതിരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്.
ഈ 3 അപകടങ്ങളിൽ നിന്നും ചാടിക്കിടക്കാൻ, ഈ 3 രോഗങ്ങൾക്കും മരുന്നായി ഒരൊറ്റ മൂലി അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ആ ഒറ്റമൂലി എന്നറിയുമോ? അള്ളാന്റെ റസൂൽ പറയുകയാണ്, എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന, എല്ലാ സന്തോഷങ്ങളും മുറിച്ചു കളയുന്ന, അനുഭൂതിയുടെ കടലിന്റെ മുകളിലേക്ക് മണൽ വാരിയിടുന്ന മരണമാകുന്ന വലിയ സത്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണേ. സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണത്തിന്റെ ലഹരി ഏറ്റവും വലിയ സത്യവും കണ്ടുവരുമ്പോ മരണമാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഇരുന്ന കസാരയിൽ നിന്ന്, നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമോ എന്ന ചോദ്യം, എഴുന്നേൽക്കുമെന്ന ഉത്തരം പോലും സത്യമാകാൻ സാധ്യതയില്ല, ഉറപ്പില്ല. നിങ്ങൾക്ക് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഏത് സെക്കൻഡിൽ മിടിപ്പ് നിർത്തുമെന്ന് പറയാൻ കഴിയില്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തലച്ചോറിന്റെ ന്യൂറോണുകൾ ഏത് സെക്കൻഡിലാണ് നിലച്ചു പോകുന്നത്, തകരാറിലായി പോകുന്നതെന്ന് പറയാൻ സാധ്യമല്ല. ചരിച്ചുകൊണ്ടിരിക്കുന്ന ചംക്രമണം ഏത് നിമിഷമാണ് നിന്നു പോകുക എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ ഒന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം, എന്ത് സംഭവിച്ചാലും, ഹാർട്ട് അറ്റാക്ക് വന്നാലും, സ്ട്രോക്ക് വന്നാലും, കുഴഞ്ഞു വീണു പോയാലും, എന്ത് സംഭവിച്ചാലും സഞ്ചരിക്കാനുള്ളത് ഒരേ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്, ഒരേ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ്. അത് മരണത്തിലേക്കാണ്, അത് അവസാനത്തിലേക്കാണ്. ആ മരണത്തിന് നമ്മളറിയാത്ത ചില വസ്തുതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ആ സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗം, ഒരു മനുഷ്യൻ അങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കർത്തവ്യങ്ങളും കടപ്പാടുകളും പൂർത്തീകരിച്ചവരാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് ആ മനുഷ്യനോട് നടത്തുന്ന അഭിസംബോധനകളെ കുറിച്ചും അഭിവാദ്യങ്ങളെ കുറിച്ചുമാണ് ഈ ആയത്തിലൂടെ പടച്ചറബ് സംസാരിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ. 3 കാര്യങ്ങളാണ് മലക്കുകൾ വിളിക്കുക, 3 പേരിലാണ് അവളെ വിളിക്കുന്നത്. ഒന്നാമത്തെ വിളി എന്ന് പറയുന്നത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ശാന്തി അടഞ്ഞ ആത്മാവേ. എന്തായിരിക്കും ഈ സമാധാനവും ശാന്തിയും അടഞ്ഞ ആത്മാവ്? ആരോടും ദേഷ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, അസൂയയില്ലാത്ത സലീമായ കൽബിന്റെ ഉടമ. അതാണ് സമാധാനമടഞ്ഞ ആത്മാവ്. മരിക്കാൻ ഇങ്ങനെ കിടക്കുമ്പോ കടങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത്. ആരുടെങ്കിലും അവകാശങ്ങൾ പിടിച്ചു പറിച്ചു എന്ന കുറ്റബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. ആരോടെങ്കിലും തെറ്റി നിന്നു, അയാൾ നശിച്ചു കാണണം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. വിശാലമായ വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും പ്രതിരൂപങ്ങളായിട്ട് വേണം മരണത്തെ നാം വരിക്കാൻ. അങ്ങനെയുള്ള മനുഷ്യരെയാണ് മലക്കുകൾ വന്നിട്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കുക. ചരിത്രത്തിന്റെ ഇന്നലകളിൽ പ്രിയപ്പെട്ടവരെ, എത്രയോ വിശാലമായ ഹൃദയത്തിന്റെ മാപ്പിന്റെ മകുടാദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾക്കറിയാലോ. യൂസുഫ് നബിയെ ഉപേക്ഷിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. പിന്നെ കൊല്ലണ്ടാന്ന് വിചാരിച്ച് കിണറ്റിൽ ഉപേക്ഷിച്ചു. അവിടുന്ന് യാത്രാസംഘം അദ്ദേഹത്തെ എടുത്ത് ഈജിപ്തിൽ കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അധികാരത്തിൽ എത്തിക്കുകയാണ്. രാജാധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. വർഷങ്ങൾക്കിപ്പുറം തന്നെ കൊല്ലാൻ ശ്രമിച്ച, തന്നെ നാടുകടത്താൻ കാരണക്കാരായ അതേ സഹോദരന്മാർ അവരുടെ നാട്ടിലുള്ള ദാരിദ്ര്യം സഹിക്കാൻ കഴിയാതെ തന്റെ മുന്നിൽ ഭക്ഷണത്തിന്റെ പാത്രവുമായി യാചനക്ക് വേണ്ടി വരികയാണ്. അവർ പരസ്പരം തിരിച്ചറിയുന്നു. 1, 2, 3 കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ പരസ്പരം തിരിച്ചറിയുന്നു. ആ സഹോദരന്മാർ ഭയക്കുന്നു, അവർ മാപ്പ് പറയുന്നു. ആ സമയത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ച, വർഷങ്ങളായി തന്റെ പിതാവിൽ നിന്ന് തന്നെ അകറ്റിക്കളഞ്ഞ തന്റെ സഹോദരന്മാരോട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രതികരണമുണ്ട്. എന്താണത്? ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ടതില്ല. യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകുന്നതാണ്. വഹുവ അർഹമുർ റാഹിമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവൻ അവനാണ്. സുബ്ഹാനല്ലാഹ്.
നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, കൊല്ലാൻ ശ്രമിച്ചവരുടെ മുന്നിലാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറയുന്നത്. ഇതേ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കിടയിൽ ഒരു ആവർത്തനം ഉണ്ടായിട്ടുണ്ട്. മഹാനായ പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സ്വഹാബിമാരെ, പ്രായാധിക്യം കൊണ്ട് വിവശരായ രണ്ട് സ്വഹാബിമാരെ മദീനത്ത് നിർത്തിയിരുന്നു പ്രവാചകൻ. പക്ഷേ സ്വഹാബത്തും റസൂലും ഉഹുദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഈ സ്വഹാബിമാർക്ക് മനസ്സ് വന്നില്ല. അതിലൊരാൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് യമാൻ ആയിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം പ്രായാധിക്യം കൊണ്ട് വിവശനായിരുന്നു. എന്നിട്ടും അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേച്ച് നടന്നുപോയി. അവരവിടെ എത്തുന്ന സമയം ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വല്ലാത്ത പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാനെ കണ്ടപ്പോൾ, വാപ്പാനെ കണ്ടപ്പോൾ മുസ്ലിങ്ങൾ ധരിച്ചുപോയി ഇത് ശത്രുവാണ്. പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ല. അദ്ദേഹം മുഖവും മറ്റെല്ലാം മൂടിയിരുന്നു, മനസ്സിലായില്ല. അങ്ങനെ അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അതെന്റെ ഉപ്പയാണ്, നിങ്ങൾ ആക്രമിക്കല്ലേ, അതെന്റെ ഉപ്പയാണെന്ന് ദൂരെ നിന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ അത് കേൾക്കാൻ അവർക്ക് സാധിച്ചില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു ശരവേഗത്തിൽ തന്റെ പിതാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്നെങ്കിലും സ്വന്തം ഭാഗത്തുള്ള സ്വന്തം സഹോദരന്മാർ മുസ്ലിങ്ങൾ തന്നെ ഈ പറയുന്ന തന്റെ പിതാവിനെ കൊന്നുകഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, അതറിഞ്ഞപ്പോ ഈ കൊലപാതകം നടത്തിയ, ഈ അബദ്ധം സംഭവിച്ച സഹാബികൾക്ക് വല്ലാത്ത സങ്കടമായി. അള്ളാന്റെ റസൂൽ നഷ്ടപരിഹാരം കൊടുക്കാൻ കൽപ്പിച്ചു ഹുദൈഫക്ക്. ഹുദൈഫ അവിടെ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഒരു കുഴപ്പമില്ല, എനിക്ക് നിങ്ങളോടൊരു പരാതിയുമില്ല, എനിക്ക് നിങ്ങളോടൊരു പരിഭവവുമില്ല. യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ലവണ്ണം കരുണ കാണിക്കുന്നവരാണ്. ഈ ഹൃദയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. വിശാലമായ ഹൃദയം. അള്ളാന്റെ റസൂലിന്റെ ചുറ്റിലും അനുയായികൾ പറ്റിക്കൂടിയത് എന്തുകൊണ്ടാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്, അങ്ങയുടെ ഹൃദയം വിശാലമാണ്, അങ്ങയുടെ മനസ്സ് വിശാലമാണ്, പരുക്കനും കുടുസുമല്ല അങ്ങയുടെ ഹൃദയം. അതുകൊണ്ട് അവരതാ അങ്ങയുടെ ചുറ്റിലും ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. എന്ത് സ്നേഹമാണ് സ്വഹാബികൾക്ക് പ്രവാചകനെ, എന്തിഷ്ടമാണ് സ്വഹാബികൾക്ക് പ്രവാചകനെ. അതിന്റെ കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ആരെയും സ്വീകരിക്കാനുള്ള റസൂലിന്റെ മനസ്സാണ്, ആർക്കും മാപ്പ് നൽകാനുള്ള റസൂലിന്റെ മനസ്സാണ്, ആർക്കും വിട്ടുവീഴ്ച നൽകാനുള്ള റസൂലിന്റെ മനസ്സാണ്. പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവ് നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന്റെ മുന്നേ, ഒന്നാമത്തെ രാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുന്നേ അത്തരമൊരു ഹൃദയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് പരിശ്രമം ആവശ്യമാണ്, പ്രാർത്ഥനയും ആവശ്യമാണ്. പരിശ്രമം മാത്രമുണ്ടായിട്ട് കാര്യമില്ല, പ്രാർത്ഥനയും മാത്രമുണ്ടായിട്ട് കാര്യമില്ല. പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹൃദയം പടച്ച റബ്ബ് നമുക്ക് നൽകും. അങ്ങനെ ഒരു ഹൃദയം, അങ്ങനെ ഒരു ആത്മാവ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം മരിക്കാൻ കിടക്കുമ്പോ മലക്കുൽ മൗത്ത് വന്നിട്ട് നമ്മെ അഭിസംബോധന ചെയ്യുക, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അഹങ്കാരമില്ലാത്ത, താൻ പോരിമയില്ലാത്ത, ദുഷ്ടില്ലാത്ത, ഹുങ്കില്ലാത്ത, ധിക്കാരമില്ലാത്ത സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഈദ് മടങ്ങാനുള്ള സമയമാണ്. ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക്. ഏത് തരത്തിൽ മടങ്ങാൻ? രണ്ട് കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. റാദിയതൻ മർദിയ, നിന്റെ റബ്ബിനെ കുറിച്ച് നീ തൃപ്തനാണ്. അള്ളാഹുവിനെ കുറിച്ച് തൃപ്തനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുമ്പോ ആ അനുഗ്രഹത്തിൽ നമുക്ക് അസൂയയുണ്ടാവുകയില്ല, കാരണം റബ്ബ് കൊടുത്തതാണ്. ഒരാൾ സമ്പന്നനാവുമ്പോൾ നമ്മുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവില്ല, കാരണം റബ്ബ് കൊടുത്തതാണ്. ഒരാൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാവുകയില്ല, കാരണം റബ്ബ് കൊടുത്തതാണ്. ഇനി സ്വന്തം ജീവിതത്തിലാണെങ്കിലോ, ഞാൻ ദരിദ്രനാണ്, ഞാൻ ധനികനാണ്, ഞാൻ രോഗിയാണ്, ഞാൻ ആരോഗ്യവാനാണ്, എന്റെ കച്ചവടത്തിൽ ഉയർച്ചയുണ്ട്, എന്റെ കച്ചവടത്തിൽ താഴ്ചയുണ്ട്, തകർച്ചയുണ്ട്. ഏത് സന്ദർഭത്തിലും അവന് പറയാൻ ഒരൊറ്റ വാക്കുകൾ മാത്രമേ ഉള്ളൂ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.
റബ്ബേ നിനക്കാകുന്നു സ്തുതി, റബ്ബേ നിനക്കാകുന്നു സ്തുതി. ദാരിദ്ര്യത്തിൽ നിനക്കാകുന്നു സ്തുതി, സമ്പന്നതയിൽ നിനക്കാകുന്നു സ്തുതി, സൗന്ദര്യത്തിൽ നിനക്കാകുന്നു സ്തുതി, വൈരൂപ്യത്തിൽ നിനക്കാകുന്നു സ്തുതി, രോഗത്തിൽ നിനക്കാകുന്നു സ്തുതി, ആരോഗ്യത്തിൽ നിനക്കാകുന്നു സ്തുതി, ഉയർച്ചയിൽ നിനക്കാകുന്നു സ്തുതി, തളർച്ചയിൽ നിനക്കാകുന്നു സ്തുതി. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതേത് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും റബ്ബിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനോടാണ് മലക്കുകൾ പറയുക, ഇർജിഇ ഇലാ റബ്ബികി റാദിയ. നിന്റെ റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ മടങ്ങിപ്പോകുക, നിന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നീ മടങ്ങിപ്പോകുക. മൂന്നാമതായി അവനോട് പറയുന്നത് എന്താണ്? മർദിയ. നിനക്ക് നിന്റെ റബ്ബിനെ മാത്രമല്ല ഇഷ്ടം, നിന്റെ റബ്ബിന് നിന്നെയും ഇഷ്ടമാണ്, നിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ്, നിന്റെ വിശ്വാസം ഇഷ്ടമാണ്, നിന്റെ നിഷ്കളങ്കത ഇഷ്ടമാണ്, നിന്റെ വിട്ടുവീഴ്ച ഇഷ്ടമാണ്, നിന്റെ ഭക്തി ഇഷ്ടമാണ്, നിന്റെ ക്ഷമ ഇഷ്ടമാണ്, നിന്റെ അമലുകൾ ഇഷ്ടമാണ്. എല്ലാ അളവുകോലുകളാലും അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിന്നെ പ്രീതിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പോകാനുള്ളത് എങ്ങോട്ടേക്കാണ്? ഫദ്ഖുലീ ഫീ ഇബാദി, ഫദ്ഖുലീ ഫീ ഇബാദി. എന്റെ അടിമകളിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. ആരാണ് ഈ അടിമകൾ പ്രിയപ്പെട്ടവരെ? വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണയിലൂടെ, ത്വാഅത്തിലൂടെ അവൻ അയരിലേക്കാണ് എത്തിപ്പെടുക. മിനൻ നബിയ്യീന പ്രവാചകന്മാരിലേക്കാണ്, വസ്സുദ്ദീഖീന സത്യവാന്മാരിലേക്കാണ്, വശുഹദാ രക്തസാക്ഷികളിലേക്കാണ്, വസ്സാലിഹീൻ സദ്വൃത്തരിലേക്കാണ്. ഇതിനു വേണ്ടിയാണ് എല്ലാ ദിവസവും നിർബന്ധമായി 17 തവണ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നേരായ മാർഗത്തിൽ നീ എന്നെ നയിക്കണമേ. ആരുടെ മാർഗത്തിൽ? ഈ പറയുന്ന സിദ്ദീഖുകളുടെ മാർഗത്തിൽ, ശുഹദാക്കളുടെ മാർഗത്തിൽ, അംബിയാക്കളുടെ മാർഗത്തിൽ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ. അള്ളാന്റെ റസൂൽ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചതും അതാണ്, റബ്ബിഗ്ഫിർ വർഹം, റബ്ബിഗ്ഫിർ വർഹം. അല്ലാഹു എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ ചെയ്യണേ. വൽഹിഖ്നീ ബിസ്സാലിഹീൻ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഇണക്കി ചേർക്കുകയും ചെയ്യണമേ. ഫദ്ഖുലീ ജന്നതി. അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗത്തിലേക്കും നീ എന്നെ എത്തിക്കണമേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്കും നീ എന്നെ അടച്ചു ചേർക്കണമേ എന്നാണ് ആ മനുഷ്യനോട് പറയപ്പെടുക മരണത്തിന്റെ സമയത്ത്. പ്രിയപ്പെട്ടവരെ, ദാലിക്കൽ ഫൗസുൽ കബീർ, ഏറ്റവും വലിയ വിജയം. ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അപ്പുറം സമാധാനത്തിന്റെയും ശാന്തിയുടെയും വാക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളുടെ പക്കൽ നിന്ന് കേട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ പുറത്തേക്കുള്ള നമ്മുടെ കന്നിയാത്ര, പ്രഥമ യാത്ര, ആദ്യത്തെ യാത്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്ര സമാശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ആകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാനാണ് വരുന്നത്. സ്വർഗവാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്, നരകവാതിലുകൾ അടക്കപ്പെടാൻ പോകുകയാണ്, വലിയ പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടാൻ പോകുകയാണ്. നമ്മുടെ ഇച്ഛകളെ നാം ചങ്ങലക്കിടുക, അല്ലാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക. ആ റമദാനിന്റെ പവിത്രതക്കും അതിന്റെ പരിശുദ്ധിക്കും കാരണമായ പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായി, അതിനെ നെഞ്ചിലേറ്റുന്നവരായി നാം മാറുക. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംസാരം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റബ്ബേ. ഈ സംസാരം കർണപുടത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന, അതൊന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോകുന്ന ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, അത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നവരുടെ കൂട്ടത്തിൽ, ജീവിതത്തിൽ അതിന്റെ പ്രകാശം കാണുന്നവരുടെ കൂട്ടത്തിൽ, കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.